എല്ലാവർക്കും നമസ്കാരം. തേർഡ് ഡേ ഓഫ് സെൽഫ് കെയർ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുറച്ച് നാള്, കുറച്ച് സമയം അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നെഗറ്റീവ് തോട്ട്സ് വരാറുണ്ടല്ലേ. അതായത് ആരുടെയും ജലസി, അല്ലെങ്കിൽ ദേഷ്യം, അല്ലെങ്കിൽ കംപ്ലൈനിങ് ഫേസ്, അല്ലെങ്കിൽ ഒരു ഐ എം നോട്ട് വർത്തി ഇനഫ് എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ സാഡ്നെസ്, ഇങ്ങനെയുള്ള ചിന്തകൾ ചിലപ്പോൾ വരാറുണ്ട്. ചിലപ്പം ചില സമയത്ത് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നെഗറ്റീവ് എനർജിയിലേക്ക് നമ്മൾ പോകാറുണ്ടല്ലേ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മൾ ഡിസയർ ചെയ്യുന്ന കാര്യങ്ങൾ, സാഹചര്യങ്ങൾ, പീപ്പിൾ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇനീഷ്യലി ഏറ്റവും ആദ്യം വേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കംപ്ലീറ്റ് നെഗറ്റിവിറ്റി ഉണ്ടല്ലോ, നെഗറ്റീവായിട്ടുള്ള നമ്മുടെ തോട്ട്സ് ഉണ്ടല്ലോ, ഈ തോട്ട്സിനെ കുറിച്ച് അവെയർ ആവുക എന്നുള്ളതാണ്. യെസ്, തോട്ട്സ് നമ്മൾ അവെയർ ആവുമ്പോൾ, നമ്മൾ അതിൻ്റെ തോട്ട്സിനെ കുറിച്ച് ശ്രദ്ധിക്കുമ്പം ജസ്റ്റ് അതിനെ ലെറ്റ് ഗോ, പാസ് ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് എത്ര സമയം എടുത്താലും നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഒരു അവസരം ഉണ്ടാക്കുക. നമ്മൾ മനസ്സിലാക്കുക, ഓക്കെ ഞാൻ ഇങ്ങനെയാണ്, ഓക്കെ നമ്മളത് അവെയർ ആവുകയും അതിനെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് സ്വാഭാവികമാണ്, എല്ലാവർക്കും വരും. പക്ഷെ നമ്മളത് അവെയർ ആവണം, അതിനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളും വരണം. എന്തിനാണെന്നറിയോ? എങ്കിൽ മാത്രമേ നമ്മൾ കുറച്ചും കൂടെ ഹയർ ലെവൽ ഓഫ് വൈബ്രേഷൻ, ഹയർ ലെവൽ ഓഫ് രീതിയിലോട്ട് വളരത്തുള്ളൂ. നമുക്കതാണല്ലോ വേണ്ടത്, അല്ലേ? നമ്മളെല്ലാവരും ഡിസയർ ചെയ്യുന്ന അതാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം വേണമെങ്കിൽ ഇനീഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സ് ചേഞ്ച് ചെയ്യണം. തോട്ട്സ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫീലിങ്സ് മാറും. ഫീലിങ്സ് മാറുമ്പോൾ നമ്മുടെ ബിഹേവിയർ മാറും. ബിഹേവിയർ മാറുമ്പോൾ നമ്മുടെ ആക്ഷൻസ് മാറും. ഇതാണ് ആ ഒരു പാത്ത് വേ എന്ന് പറയുന്നത്. സോ അപ്പം ഈ ഒരു സെൽഫ് കെയർ നിങ്ങൾ ഇനിയും അടുത്ത സമയം ഒരു നെഗറ്റീവ് തോട്ട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനില്ല, ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടാവാം. അപ്പോൾ ആ ചുറ്റുപാട്ടിൽ നിന്ന് കഴിയുമെങ്കിൽ നമ്മളൊരു ട്രീ അല്ലല്ലോ, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് പറ്റാത്ത കണ്ടീഷൻസ്, സാഹചര്യമാണെങ്കിൽ അവിടെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ട്രീ അല്ല, കറക്റ്റ് അല്ലേ? സോ പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ വായിച്ച ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. ഒരു ഹോട്ട് വാട്ടർ ബാത്ത് എടുക്കാം. രാവിലെയൊക്കെ ആണെങ്കിൽ ഒന്ന് ഫ്രഷ് എയർ ഒക്കെ ഒന്ന് വാക്കിംഗ് ചെയ്ത്, സൂര്യ നമസ്കാരമൊക്കെ ചെയ്ത്, സൺലൈറ്റ് ഒക്കെ എടുക്കാം. പിന്നെന്താണ്, നല്ല അടിപൊളി പാട്ടുകൾ കേൾക്കാം, വൈബ് ചെയ്യാം. പക്ഷെ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് മാറ്റി ഒന്ന് കുറച്ചൊരു ഇൻസ്റ്റൻറ്റ് റിഫ്രഷ്നസ് കിട്ടാനുള്ള കാര്യങ്ങളായിട്ടോ. എന്തെങ്കിലും കോമഡി ഷോസ് കാണാം, അല്ലെങ്കിൽ കൈൻഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് നമുക്ക് ആരോടെങ്കിലും ചെയ്യാം. അതൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നല്ലതായിട്ട് ഫീൽ ചെയ്യും. ഒരു ക്യാൻഡിൽ ലൈറ്റ് ചെയ്യാം. പിന്നെന്താ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഡാൻസ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നല്ലതായിട്ടൊന്ന് ഡ്രസ്സപ്പ് ചെയ്യാം, മേക്കപ്പ് ചെയ്യാം. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുമല്ലോ പെട്ടെന്നൊരു മൂഡ് എലിവേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക. അപ്പം ഇന്ന് നമ്മുടെ മൂന്നാമത്തെ സെൽഫ് കെയർ വീഡിയോ ആണ്. നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെൽഫ് കെയറിൻ്റെ ഒരു ചാലഞ്ചാണ്, ഒരു സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ എൻ്റെ ഈ സെൽഫ് കെയർ ടിപ്സ് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുള്ളത് അറിയിക്കണം. അപ്പോൾ അടുത്ത ദിവസത്തെ സെൽഫ് കെയർ ടിപ്സിനായി വെയിറ്റ് ചെയ്യുക, സ്റ്റേ ട്യൂൺ ചെയ്യുക. പിന്നെന്താ, ഇതൊക്കെ ഫോളോ ചെയ്യാനൂടെ ശ്രമിക്കണേ.